ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൗതിക സ്വത്തിനും സമ്പത്തിനും ജീവിതത്തിലുള്ള യഥാർത്ഥ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. ശാന്തിയും സുഖവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആവശ്യം വേണ്ട ഒന്നാണ് സമ്പത്ത്. മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ സമ്പത്തിന് കഴിയില്ലായിരിക്കാം. എന്നാൽ അല്ലലും അലട്ടലുമില്ലാതെയുള്ള ഒരു ജീവിതത്തിന് സാമ്പത്തിക ഭദ്രത കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും ഒരിക്കലും ധനസമ്പാദനത്തിനെതിരല്ല. എന്നാൽ ധനസമ്പാദനം ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി കാണാതെ ജീവിതത്തിൽ അതിനർഹിക്കുന്ന സ്ഥാനം മാത്രം നൽകണം. സന്തോഷത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉറവിടമായി നാം സ്വത്തിനെയും സമ്പത്തിനെയും ഒരിക്കലും കാണരുത്. സമ്പത്തും സ്വത്തും എപ്പോഴും സുഖവും സുരക്ഷിതത്വവും നൽകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും അരുത്. ജീവിതത്തിൽ സമ്പത്തിനുള്ള സ്ഥാനവും പ്രയോഗവും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്തിടത്തോളം അത് ദുഃഖം മാത്രമേ തരികയുള്ളൂ. കംസനും ഹിരണ്യകശിപുവും എല്ലാം സമ്പന്നരായിരുന്നില്ലേ? അവർക്ക് മനസ്സമാധാനമുണ്ടായിരുന്നോ? സ്വസ്ഥതയുണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്ന രാവണന് എന്ത് ശാന്തിയാണ് ഉണ്ടായിരുന്നത്? സമ്പത്തില്ലാതെ ദരിദ്രരായി ജീവിക്കണമെന്നോ ഉള്ള സ്വത്ത് തള്ളിക്കളയണമെന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ അധാർമികമായി പണമുണ്ടാക്കിയാൽ അത് നമ്മുടെ മനഃശാന്തിയെ കൂടി അപഹരിക്കും എന്ന കാര്യം മറക്കരുത്. കുടുംബജീവിതം നയിക്കുന്നവർ ധാർമ്മികമായ വഴിയിൽ ധനം സമ്പാദിക്കുക തന്നെ വേണം. എങ്കിലേ ജീവിതം ഭദ്രമാകൂ. ധാർമ്മികമായി തന്നെ അത് ചിലവഴിക്കുകയും വേണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കുവാനും കഴിയുന്ന ഒരു മനസ്സ് കിട്ടിയാൽ കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്നതിലും വലിയ സമ്പത്ത് അതുതന്നെയാണ്. തനിക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് ബാക്കി ഇല്ലാത്തവർക്ക് നൽകുന്നവൻ ജീവിത സുഖത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനാണ്. ഒരു പക്ഷി കൂടുണ്ടാക്കുമ്പോൾ അത് ഒരു കൊമ്പിൽ മാത്രം ഒതുങ്ങും. മനുഷ്യരാകട്ടെ എത്രയൊക്കെ സ്വന്തമാക്കിയാലും അവർക്കൊരിക്കലും മതിയാകില്ല. അതിനുള്ള പരിശ്രമത്തിനിടയിൽ സ്വന്തം ജീവിതം തന്നെയും അപകടത്തിൽ പെടുത്തുകയും ചെയ്യുന്നു. ശാസ്ത്രം വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുവഴി മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം നേട്ടങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും കൈവരിക്കാനാവില്ല. വയർ നിറച്ച ആഹാരം കഴിച്ചിട്ടും AC മുറിയിൽ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല, മനസ്സമാധാനവുമില്ല എന്നുള്ള കരച്ചിലാണ് ഇവിടെയും കേൾക്കുന്നത്. ഒരാൾക്ക് നല്ല തൊഴിലുണ്ടായാലോ സുന്ദരിയും സുശീലിയുമായ ഭാര്യയെ കിട്ടിയതുകൊണ്ടോ കൊട്ടാര സദൃശമായ വീടുണ്ടായാലോ ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമായാലോ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെയുള്ളവരാണ് കൂടുതലും ദുഃഖിച്ച് കാണുന്നത്. ആ ദുഃഖം മാറണമെങ്കിൽ സ്വത്തിനും സമ്പത്തിനും ജീവിതത്തിലുള്ള യഥാർത്ഥ സ്ഥാനമെന്ത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ആഗ്രഹങ്ങൾ നിറഞ്ഞ മനസ്സിന് ഒരിക്കലും ശാന്തിയും സുഖവും അനുഭവിക്കാനാവില്ല. ഓരോ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോഴും സന്തോഷം തോന്നുമെങ്കിലും അത് താൽക്കാലികമാണ്. അടുത്ത ക്ഷണം മറ്റെന്തെങ്കിലും ആഗ്രഹം പൊന്തി വരും. അതോടെ സന്തോഷം നഷ്ടമാകും. അതുകൊണ്ട് മനസ്സാഗ്രഹിക്കുന്ന വസ്തുക്കൾ ഓരോന്നും നേടിയെടുക്കുവാൻ പ്രയത്നിച്ചു തുടങ്ങുന്നതിന് മുൻപ് അവ കൊണ്ട് യഥാർത്ഥ സുഖവും സന്തോഷവും കിട്ടുമോ എന്ന് വിവേകപൂർവം ചിന്തിക്കണം. അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുവാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും, സുഖം കൈവരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.